സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പലയിൽ കണ്ടതുപോലെ നേരെ കണ്ണൂരിൽ നിന്ന് ഒരു മൂന്നാറിലേക്ക് ഒരു യാത്രയാണ്. ഈ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പോകുന്നത് എറണാകുളത്ത് പോയിട്ട് ഒന്ന് ബസ്സോ മറ്റോ ഉപയോഗിച്ച് നേരെ മൂന്നാർ പോകുന്ന രൂപമാണ്. എന്നാൽ ഇത് ബൈ ട്രെയിൻ അഥവാ മൂന്നാറിനോട് ഏറ്റവും അടുത്ത 50 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് മൂന്നാറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ട്രെയിൻ റൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിനടുത്ത് ഏറ്റവും നല്ല അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ബോധി നായ്ക്കൻ എന്ന് പറയുന്ന സ്റ്റേഷനും അതുപോലെ തന്നെ പളനി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുമാണ്. നമ്മൾ കണ്ണൂരിൽ നിന്നും എല്ലാ ദിവസവും എടുക്കുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ പോയാൽ നമുക്ക് ഡയറക്റ്റ് പളനിയിൽ പോകാം. അത് രാവിലെ അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ നിർത്തുന്ന ഇതൊക്കെ ഞാൻ ഇവിടെ ഒന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ 16-607 എന്ന നമ്പറിൽ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് കോയമ്പത്തൂർ വരെയാണ് അതിൻ്റെ യാത്ര. ഇത് എക്സ്പ്രസ് ഫെയർ ആണ്. ആ വണ്ടി തന്നെ എല്ലാ ദിവസവും 2:30 കോയമ്പത്തൂരിൽ നിന്നും മധുരയിലേക്ക് പോകുന്നുണ്ട്. ഈ വണ്ടി 7:35 ആകുമ്പോൾ മധുരയിൽ എത്തുന്നതാണ്. ആദ്യമായിട്ട് 6 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 6:26 ആകുമ്പോൾ തലശ്ശേരി, അതുപോലെ തന്നെ 6:48 ആകുമ്പോൾ വടകര, 7:13 ആകുമ്പോൾ കൊയിലാണ്ടി, 7:40 ആകുമ്പോൾ കോഴിക്കോട്, 8:33 ആകുമ്പോൾ തിരൂരെത്തും, 9:45 ആകുമ്പോഴേക്കും ഷൊർണൂരെത്തി, 10:40 ആകുമ്പോൾ പാലക്കാടേക്കും. അവിടെ നിന്ന് 11:45 ആകുമ്പോൾ സ്ലാക്ക് ടൈം ഉള്ളത് കൊണ്ടാണ് എല്ലാ വണ്ടിക്കും ഉള്ളതുപോലെ തന്നെ ഇതിനും സ്ലാക്ക് ടൈം ഉണ്ട്. അതുകൊണ്ടാണ് 10:40 എത്തുന്ന വണ്ടി 1:45 കോയമ്പത്തൂർ എത്തുന്നത്. ഇതേ വണ്ടി തന്നെ 16-721 എന്ന നമ്പറിൽ കോയമ്പത്തൂരിൽ നിന്ന് മധുരയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ ഉച്ചക്ക് 2:30 കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് 2:44 ആകുമ്പോഴേക്കും പോത്തന്നൂർ ജംഗ്ഷനിലേക്കും, 3:28 പൊള്ളാച്ചി ജംഗ്ഷനിലേക്കും, 3:58 ഉടുമൽപേട്ട ജംഗ്ഷനിലേക്കും, 4:42 ആകുമ്പോഴേക്കും പളനിയിലെത്തുകയും 7:35 ആകുമ്പോഴേക്കും മധുരയിലെത്തുന്ന സർവീസാണ്. ഇതേ വണ്ടി തന്നെ തിരിച്ചും എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. അത് 16-722 എന്ന നമ്പറിലാണ്. എല്ലാ ദിവസവും മധുരയിൽ നിന്ന് രാവിലെ 7:05 എടുത്തിട്ട് പളനിയിൽ 9:22 എത്തും, ഉടുമൽപേട്ട 9:58 പൊള്ളാച്ചി 10:20 പോത്തന്നൂർ 11:38 ഉച്ചയോടെ അടുത്ത സമയത്ത്, അതുപോലെ തന്നെ 12:10 ആകുമ്പോഴേക്കും കോയമ്പത്തൂർ എത്തും. അവിടെ നിന്ന് ക്ലീനിങ്ങും മറ്റും കഴിഞ്ഞിട്ട് 1:50 ആകുമ്പോഴേക്കും കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും കണ്ണൂർ എക്സ്പ്രസ് ആയി സ്റ്റാർട്ട് ചെയ്യും. 3:05 ആകുമ്പോഴേക്കും പാലക്കാടും, 4:15 ആകുമ്പോഴേക്കും ഷൊർണൂരും, 5:19 ആകുമ്പോഴേക്കും നേരെ തിരൂരെത്തുന്നതാണ്. അതുപോലെ തന്നെ 6:13 ആകുമ്പോൾ കോഴിക്കോടും, 6:44 ആകുമ്പോഴേക്കും കൊയിലാണ്ടിയും, പിന്നെ 7:07 ആകുമ്പോഴേക്കും വടകരയും, അതുപോലെ തന്നെ 7:29 ആകുമ്പോഴേക്കും തലശ്ശേരിയും. അവിടുന്ന് അങ്ങോട്ട് 1 മണിക്കൂർ മതി സാധാരണ ഒരു വണ്ടിക്ക് കണ്ണൂരിലേക്ക് തലശ്ശേരിയിൽ നിന്ന്. എന്നാൽ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക് ഇതിന് പോകാൻ 8:55 ആണ്. അതായത് 1.5 മണിക്കൂറിലേറെ സമയം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് പളനിയിലേക്ക് പോകുന്ന റൂട്ട്. ഇനി നമുക്ക് ഇവിടെ പോയാൽ എന്തൊക്കെ കാണാം, ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമുക്ക് മൂന്നാറിലേക്ക് ഈ ട്രെയിൻ മുഖേന പോകാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ പളനി എന്ന് പറയുമ്പോൾ അമുസ്ലിം സഹോദരന്മാരുടെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ്. അവിടത്തേക്കാണ് പൊതുവെ ഈ വണ്ടി പല ആൾക്കാരും ഉപയോഗിക്കാറുള്ളത്. ഇതിന് തന്നെ നമുക്കിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഏർവാടി മറ്റു ഭാഗത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ്. പളനി എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നിന്ന് അടുത്തുള്ള ഒരു ഡാമാണ് പാലയാർ ഡാം. അതായത് ഏകദേശം 8 കിലോമീറ്റർ മാത്രം ദൂരമുള്ളതാണ് ഈ പാലയാർ ഡാം. അവിടെ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഏറ്റവും നല്ല ലൊക്കേഷനാണ്. പിന്നെയുള്ളതാണ് കുതിരയാർ ഡാം വെള്ളച്ചാട്ടം. ഇതെന്ന് പറഞ്ഞാൽ അവിടുന്ന് 1 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് എത്താൻ സാധിക്കും. പിന്നെ ഹൈക്കിങ്ങിനും മറ്റും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ്. അതുപോലെ തന്നെ വരമനാദി ഡാം,
ഇത് പിന്നെ പളനിയിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്താൻ പറ്റിയ സ്ഥലമാണ്. അത് കുടുംബസമേതം നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അടുത്തടുത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൊടൈക്കനാലിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഈ സ്ഥലം. ഏകദേശം 25 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും മലയാളികളുടെ ഏറ്റവും കൂടുതൽ യാത്ര അങ്ങോട്ടാണ് സഞ്ചരിക്കാറുള്ളത്. അതുപോലെ തന്നെ 88 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മധുരയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. മധുരയിലേക്ക് ട്രെയിൻ സർവീസ് ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പോയിട്ട് വരാം. ഏകദേശം 3 മണിക്കൂർ മാത്രമേ പളനിയിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാറിലേക്ക്, കേരളത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലമാണ് മൂന്നാർ. അവിടത്തേക്ക് പോകാൻ വെറും 66 കിലോമീറ്റർ മാത്രമേ നമുക്കുള്ളൂ. ആ കിലോമീറ്ററുകൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് മൂന്നാറിലേക്ക് എത്താൻ സാധിക്കും. നല്ല ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്ത് ഏകദേശം 3 മണിക്കൂർ മാത്രം മതി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിത്തരാം. അതുപോലെ തന്നെ അവിടെ തന്നെ ഏറ്റവും നല്ല സ്പോട്ടാണ് തലയിലാർ വെള്ളച്ചാട്ടം. ഏകദേശം 88 കിലോമീറ്ററുകൾ, കുറച്ച് ലോങ് ഉണ്ട്. മൂന്നാറിനേക്കാൾ പോകുന്നതിനേക്കാൾ കൂടുതലുണ്ട്. ഏകദേശം നമുക്ക് മധുരയിലേക്ക് പോകുന്ന അതേ കിലോമീറ്റർ തന്നെ തലയിലാർ വെള്ളച്ചാട്ടത്തിലേക്കുണ്ട്. അതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടും. നമ്മുടെ കേരളത്തിൻ്റെ ആതിരപ്പള്ളി വാട്ടർഫാൾസ് പോലെയാണെന്ന് പറയുന്നത് കേൾക്കാറുണ്ട് പല ചാനലുകളിലും. അതുപോലെ തന്നെ പെരുമാൾ പീക്ക് ഏകദേശം 70 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. ഇത് ട്രെക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇത് ഇവിടെ എങ്ങനെയാ എത്താം? ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് പളനിയിലേക്ക് ട്രെയിൻ ഉണ്ട്. അത് മുഖേന നമുക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്നുണ്ട്, മധുരയിൽ നിന്നുണ്ട്, പിന്നെ ഡിണ്ടിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിനടുത്തുള്ള സ്ഥലമാണ്. അവിടെ നിന്നും നമുക്ക് വാഹന സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പോകാൻ പറ്റിയ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള ടൈമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമായി നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ താമസിക്കാൻ നമുക്ക് ലോഡ്ജുകൾ, ഹോട്ടലുകൾ മറ്റുമൊക്കെ അവൈലബിൾ ആണ്. കാരണം കുറച്ച് പൈസ എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ പിന്നെ തട്ടിപ്പ്, പിടിച്ചുപറി അങ്ങനത്തെ ഒരുപാട് കള്ളത്തരങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല രൂപത്തിൽ സേഫ്റ്റിയായി വെക്കാൻ നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നല്ല രൂപത്തിൽ വെക്കുക. നല്ല യാത്ര ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.